ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സദ്യ സ്പെഷ്യൽ പഴം പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പഴം പ്രഥമന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെല്ലം ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 10-12 അച്ച് വെല്ലമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 3 പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1-ാം പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് മതിയാവും. അതിന് കൂടുതൽ 2 ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം. ഏകദേശം ഒരു കപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച അതേ തേങ്ങയുടെ പീര തന്നെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുക്കാം. ഇപ്പോൾ ഇതാ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി 3-ാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും ആ പീര തേങ്ങയുടെ വീണ്ടും അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളത്തിലാണ് ചെയ്തെടുത്തത്. ഇനി ഇത് 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തടിയുള്ള പഴമൊക്കെ ആണെങ്കിൽ 2 മതിയാവും കേട്ടോ. ഇതിപ്പോൾ അത്ര വലിയ തടിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനും നോക്കണം. എനിക്ക് പഴം പഴുപ്പില്ലാത്ത പഴമാണ്, വലിയ പഴുപ്പില്ലായിരുന്നു എൻ്റെ പഴത്തിന് കേട്ടോ. അപ്പോൾ ആ ബുദ്ധിമുട്ടാണ് നമുക്കതൊന്ന് ഉടച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3-ാം പാൽ എടുത്തത്. അതാകുമ്പോൾ നമുക്കിതിലൊന്ന് സോഫ്റ്റാക്കി എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 3-ഉം. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ 2 ടേബിൾ സ്പൂൺ ഗീ കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പഴം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ ഈ പഴുപ്പ് കുറവായിരുന്നു ഈ പഴത്തിന്. അപ്പോൾ പഴുപ്പുള്ള പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ച് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് പഴുപ്പ് കുറവായതുകൊണ്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതാ ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ പഴുപ്പ് കുറവായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3-ാം പാൽ എടുത്തത്. അപ്പോൾ അത് ഈ പാല് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കഴിയുമെങ്കിൽ ഇതുപോലെ നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എപ്പോഴും പഴം പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ ഇനി ഉടക്കാനുണ്ട്. അത് നമുക്ക് ഇനിയും 2-ാം പാലൊക്കെ ചേർക്കാനുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങ് ഉടഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് മാറ്റി വെച്ച വെല്ലം ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഈ സമയത്ത് ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് വീണ്ടും ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് പഴം. ഇതുപോലെ വരട്ടിയെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ അടച്ചു വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറും. ഇനി ഇത് കൈവെക്കാതെ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ കുറുകി കുറുകി വന്നോളും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ, അതുപോലെ പഴം എങ്ങനെ സോഫ്റ്റാക്കി എടുക്കണം, അതൊക്കെ ഈ സമയത്ത് നോക്കി ചെയ്യുക കേട്ടോ. പിന്നെ 1-ാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ 2-ാം പാലിൽ തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാൻ നോക്കാം. ഈ സമയത്ത് ബാക്കി വന്ന വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രത്തോളം കുറുകണോ അതൊക്കെ നോക്കേണ്ടത് ഈ സമയത്താണ് കേട്ടോ. അധികം അങ്ങ് തിക്ക് കൺസിസ്റ്റൻസി ആയിപ്പോയാൽ പിന്നെ പായസം അല്ലാണ്ട് അങ്ങ് തിക്കായിപ്പോൾ. കാരണം ഇത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും, പഴമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് വീണ്ടും മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായിപ്പോയതാണ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കും അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൗഡർ ഞാൻ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഏലക്ക ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു ഏകദേശം 1/2 ടീസ്പൂണോളം 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലേവറിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ. ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആയി വന്നാൽ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ, അത് ഓഫ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ആ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് മിക്സായി കിട്ടിക്കോട്ടെ കേട്ടോ. ഇനി ഒന്നിങ്ങനെ ഇരിക്കുന്തോറും കുറുകി വന്നോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടേണ്ടതുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകിൽ കൊപ്പര അതല്ലെങ്കിൽ തേങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായല്ലോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തത് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം തന്നെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂ റൈസിൻസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വഴറ്റിയിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇനി ഇതാ 1/4 കപ്പിന് റൈസിൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബബിൾസായി വന്നോട്ടെ. അപ്പോൾ ഇതാ നല്ലൊരു ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാഷ്യൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ പായസം കണ്ടോ ഇരിക്കുന്തോറും കുറുകി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. പഴമായതുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ നിങ്ങൾ കുടിക്കുമ്പോഴേക്ക് ആ കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച കാഷ്യൂം റൈസിൻസൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇതിനിടയിൽ നമ്മൾ പഴുപ്പില്ലാത്ത പഴം എടുക്കുന്നതാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇപ്പം ഞാനിനി ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സദ്യ സ്പെഷ്യൽ പഴം പ്രഥമൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് റെസിപ്പീസായിട്ടും അതുപോലെ പിന്നെ പുഡിംഗ് റെസിപ്പീസായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ പായസ റെസിപ്പീസ് തന്നെ ഞാൻ 2-3 വെറൈറ്റി ആയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പ്ലേലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.